വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വായനാവാര പരിപാടിയിലെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. 19-ാം തീയതി തുടങ്ങിയതാണ്. നമ്മൾ ആദ്യത്തിൽ ധൃതി പിടിച്ചില്ല, കാരണം തിരക്ക് പിടിച്ച സമയമാണ്. നമുക്ക് എന്തായാലും ഇന്നിവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിയുടെ രാമകൃഷ്ണ മാഷ് ഇതിലെ താലൂക്ക് ലൈബ്രറിയുടെ പ്രസിഡന്റാണ്, നാടക പ്രവർത്തകനാണ് മാഷ്. നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിദ്യാരംഗത്തിൻ്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ സമ്മാനങ്ങൾ നേടിയെടുത്ത വ്യക്തിയാണ്. ഞാൻ സ്വാഗതം പറയാം. നമ്മുടെ കല്ലിപ്പാടം വായനശാലയുടെ പ്രസിഡന്റാണ് മോനേട്ടൻ. ഏട്ടനെ നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം പറയുന്നു. എൻ്റെ കുട്ടികൾ, എൻ്റെ സഹപ്രവർത്തകര്, ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് മോനേട്ടനെ ക്ഷണിക്കുന്നു. ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ മാഷ് കൃഷ്ണൻകുട്ടി മാഷ്, അതുപോലെ തന്നെ ഇവിടെ മുഖ്യ അതിഥിയായി നിങ്ങൾക്ക് വളരെ അധികം വിഭവസമൃദ്ധമായ പലതരത്തിലുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കാനും അതേപോലെ തന്നെ സാഹിത്യത്തെപ്പറ്റി എല്ലാം ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് കലാസാഹിത്യ വേദിയിലെ കാര്യങ്ങളാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദി, അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റിയ നമ്മുടെ രാമകൃഷ്ണൻ മാഷ്. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു രൂപം നമ്മുടെ ഹെഡ്മാഷ് തന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും പ്രത്യേകം ഞാൻ എന്നെ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും ഇവിടുത്തെ കുട്ടികൾക്കും വലിയ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എന്തിനാണ് സാഹിത്യത്തിന്റെ പാട്ടുകാരൻ? എന്തിനാണ് വായന സാഹിത്യം? നിങ്ങളോളം ആള് സംഘം പാട്ടാണ് പാട്ടുകാരൻ. ഇങ്ങളോളം ആള് സംഘം ഞങ്ങളുണ്ടെങ്കിൽ കൊച്ചു രാജാവിന്റെ വീട്ടില് പലോടിക്കും. നിങ്ങളോളം ആള് സംഘം ഞങ്ങളുണ്ടെങ്കിൽ കൊച്ചു രാജാവിന്റെ വീട്ടില് പലോടിക്കും. ഈ ഭൂമിന്റെ കളിമക്കൾ ഞമ്മളാണ്ട്, ഈ ഭൂമിന്റെ കളിമക്കൾ ഞമ്മളാണ്ട്. ആരോടും ഏതെടുക്കാൻ പോക വേണ്ട. ഒരാഴ്ചക്കാലം വായന വാരമായും ആചരിക്കുന്നു. 2017 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി ജൂൺ 19 പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു. ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത്. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന വായന ദിന സന്ദേശവും നമുക്ക് പ്രാവർത്തികമാക്കാം. നിങ്ങളുടെ ഹൃദയമാണ് തുടിക്കുന്നത്. ഹൃദയം തുടിക്കുക ആവിഷ്കരിക്കുന്നു. ഒന്നാമത്തെ ഒരുപാട് കാര്യങ്ങൾ മതിയട്ടെ കേട്ടോ.
വേനൽ അവധിക്കാല വായന മലയാളം മധുരം BRC നടത്തിയൊരു പരിപാടിയാണ് 1-2 ക്ലാസ്സിലെ കുട്ടികൾക്കായി. അതിലെ BRCയുടെ ഉപഹാരം 1-ാം ക്ലാസ്സിലെ തന്മയ്, 2-ാം ക്ലാസ്സിലെ സർവിൻ എന്നിവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉപഹാരം നൽകുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥി രാമകൃഷ്ണൻ മാഷെ ക്ഷണിക്കുന്നു. തന്മയ് 1-ാം ക്ലാസ്. സർവിൻ 2-ാം ക്ലാസ്. നല്ല വായനക്കാരായ 2 കുട്ടികൾക്കും ആശംസകൾ. ഇന്നിവിടെ എത്തിച്ചേർന്ന രാമകൃഷ്ണൻ മാഷക്ക് സ്കൂളിന്റെ ഉപഹാരമായി പുസ്തകം നൽകുന്നു. ഉപഹാരം നൽകുന്നതിനായി ഹെഡ് മാസ്റ്റർ ശാന്തിലൻ മാഷെയും ഏറ്റുവാങ്ങുന്നതിനായി രാമകൃഷ്ണൻ മാഷെയും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ അവസാന ഘട്ടം എന്ന നിലയിൽ നന്ദി പറയുന്നതിനാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 19 മുതൽ നമ്മുടെ സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു വരുന്നു. വായനാ മത്സരം, കഥാരചന, കവിതാരചന, ചിത്രരചന തുടങ്ങി പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. വായനാ വാരാചരണം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഈ വർഷം വായന ഒരാഴ്ച കൊണ്ട് തീരുന്നില്ല. വായന നമ്മൾ നിർത്തുന്നില്ല. തുറന്ന വായന തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി ഇന്ന് നമുക്ക് വേണ്ടി ഇത്രയേറെ സമയം ചിലവഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പൊന്നാനി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും വിദ്യാരംഗം നാടക അവാർഡ് ജേതാവും നാടക പ്രവർത്തകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവാർഡ് ജേതാവും ഇതിനൊക്കെ പുറമെ അധ്യാപകനും കൂടിയായിട്ടുള്ള ശ്രീ രാമകൃഷ്ണൻ മാഷ്, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത്ര ദൂരം ഈ ഒരു കാലാവസ്ഥയിലും ഇത്ര യാത്ര ചെയ്ത് നമ്മോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച് വളരെയേറെ ആസ്വാദ്യകരമായ ഒരു ക്ലാസ് നമുക്ക് നൽകിയ അദ്ദേഹത്തിന് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പേരിലും ആര്യന്തര സ്കൂളിന്റെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. അധ്യക്ഷനായിട്ടുള്ള കല്ലിപ്പാടം പൊതുജന വായനശാല പ്രസിഡന്റ് ശ്രീ മോഹനേട്ടൻ, നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന അദ്ദേഹത്തെയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ആര്യന്തര UP സ്കൂളിന്റെയും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. അതാണ് നമ്മൾ കർമ്മദിന വായനാ ദിനം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ലൈബ്രറി കൗൺസിൽ, അതായത് നമ്മൾ ഈ ലൈബ്രറി കൗൺസിൽ പെട്ടൊരു സ്ഥാപനമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ, അതിൻ്റെ കീഴിലാണ് ഈ വായനശാലകളെല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മളെ ഒറ്റപ്പാലം താലൂക്കിലെ 140 വായനശാല ഈ കേരളത്തിൽ മുഴുവൻ നോക്കുകയാണെങ്കിൽ 1000 ചില്ലാനും 200 വായനശാലകളുണ്ട്. ഇതെല്ലാം ഈ ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ വായനശാല എന്ന് പറയുന്നത് കല്ലിപ്പാടം പൊതുജന വായനശാല. ഇതാണ് കല്ലിപ്പാടം പൊതുജന വായനശാല. അതായത് ഇവിടെ കല്ലിപ്പാടം വായനശാലക്ക് 26 വർഷം കഴിഞ്ഞു. 26 കൂടുതലായി. ചെന്നൈ രജിസ്ട്രേഷൻ, അതായത് ലൈബ്രറി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെയാണ് പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഓരോ പുസ്തകവും എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, അതിനൊരു ഓർഡർ ഉണ്ട്,
ക്രമമുണ്ട്. നോവലുകൾ, കഥകൾ, കവിതകൾ, ബാലസാഹിത്യ കൃതികൾ അങ്ങനെ വെവ്വേറെ വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഏത് പുസ്തകം വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഓരോന്നിനും നമ്പർ ഉണ്ട്. ആ നമ്പർ അനുസരിച്ച് പെട്ടെന്ന് നമുക്കത് തിരഞ്ഞെടുക്കാം. അതിന് സഹായിക്കുന്നതാണ് ഈ രജിസ്റ്ററുകൾ. ഓരോന്നിലും മൊത്തത്തിലുള്ള ബുക്കുകൾ എല്ലാം കൂടി സൂക്ഷിക്കുന്നത് ഒരു സ്റ്റോക്ക് രജിസ്റ്റർ, നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള പോലുള്ള ഒരു സ്റ്റോക്ക് രജിസ്റ്റർ. അതിൽ നിന്നും ഓരോന്നിനെയും തരം തിരിച്ച് വേറെ വേറെയാക്കി മാറ്റിയിട്ട് വേറെ രജിസ്റ്ററുകൾ, കുട്ടികൾക്കുള്ളത് വേറെ, അങ്ങനെ ഓരോന്നുമായിട്ട് പെട്ടെന്ന് ഏതാള് വന്നിട്ട് ഏത് ബുക്ക് ചോദിച്ചാലും അതിൽ നോക്കിയിട്ട് പെട്ടെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ പല പരിപാടികൾ നടത്തുന്നത് ഈ പ്രദേശത്ത് കുട്ടികൾക്ക് അറിയാം. പല പ്രവർത്തനങ്ങൾ നടത്തുന്നത് നോക്കി കണ്ടുണ്ടാവും അല്ലെ. ഒരു ബാനർ വായന പക്ഷാചരണവും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കും. സ്കൂൾ ഒരു വായനശാലയുടെ പ്രവർത്തനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. വാർഷികം നടത്തുന്നുണ്ട്. ഇനി നമ്മുടെ സ്കൂളിലേക്ക് പുസ്തകം കൊണ്ടുവന്ന് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ബുക്കുകളെ കൊണ്ടുവന്നിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലർക്കും നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന പുസ്തകം സൗജന്യമായിട്ടാണ് കിട്ടുന്നത് എന്ന് മോഹനേട്ടൻ പറഞ്ഞു. നിങ്ങൾക്ക് വായിക്കാനുള്ള എല്ലാവരുടെയും വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അങ്ങനൊരു സംവിധാനം ഇവിടെ കല്ലുപാട വായനശാല ഏർപ്പെടുത്തിയത്.